ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അത്ര സുഖമല്ലായിരുന്നു. 2-3 ദിവസമായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പതുക്കെ ഇങ്ങനെ ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷം പറയാനുള്ളത്, ഞാൻ വീട്ടിൻ്റെ മുറ്റത്തൊരു ചെമ്പകം നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. നല്ല കളറാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ നടുമ്പോഴത്തേക്കും പൂ ഉണ്ടാകുന്നതും കായ ഉണ്ടാകുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പൂക്കളായിട്ടും കായ്കളായിട്ടും ഒക്കെ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അത് ആസ്വദിക്കാനും അത് അനുഭവിക്കാനും പറ്റുന്നതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ എനിക്ക് സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് മിക്കവാറും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാവരും വാങ്ങിച്ച് മുറ്റത്ത് വെക്കുന്നതും പടർത്തുന്നതുമായിട്ടുള്ളൊരു നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും കേട്ടോ. വലിയ പരിചരണം ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് വളർന്ന് കിട്ടും നമുക്ക്. ഇത് പടർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിച്ചിട്ട് ഒരുപാട് പൂക്കളൊക്കെ വരും. നിറച്ചും പൂക്കൾ വരും. സീസൺ ആകുമ്പോഴത്തേക്കും ഒരുപാട് പൂക്കളെന്ന് പറഞ്ഞാൽ ഇല കാണാത്ത രീതിയിലുള്ള പൂക്കളൊക്കെ വരും. നല്ല തണുപ്പാണ്. നമ്മൾ വീട്ടിൻ്റെ ഇതേപോലെയൊക്കെ പടർത്തി കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പ് കിട്ടും വീടിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത്. ഒരുപാട് പേര് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് പേര് നട്ട് വളർത്തുന്നുണ്ട്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഞാനിത് നട്ടിട്ട് അധികം പരിചരണം ഒന്നും കൊടുത്തില്ല. അത്യാവശ്യം വെള്ളം മാത്രം, സാധാരണ നമ്മൾ ചെടിക്കൊക്കെ ചെയ്യുന്ന പോലെ വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ. അല്ലാതെ വേറെ വളമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പെട്ടെന്ന് വളർന്നു പടർന്നു ഇങ്ങനെയായി. ഇപ്പോൾ ഒരു 3 വർഷത്തിന് അകത്തായിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിൽ കൂടുതൽ കാണേണ്ടതാണ്. ഞാനിങ്ങനെ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കുമായിരുന്നേ. അപ്പോൾ അത് കാരണം നമുക്ക് ഒത്തിരി അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെ വെട്ടി കൊടുക്കുന്ന ആ ഒരു ഷേപ്പിൽ ഞാൻ വെട്ടി നിർത്താറായിരുന്നു പതിവ്. ഈ ഒരു പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാര്യം, ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ഈ ഒരു 3 സംഭവം കണ്ടല്ലോ, നഖം പോലത്തെ, പൂച്ചയുടെ നഖം പോലത്തെ ഉള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവർ ക്രീപ്പ് ചെയ്ത് കയറുന്നത്. ഭിത്തിയിലും മരത്തിലും ഒക്കെ ക്രീപ്പ് ചെയ്ത് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭിത്തിയിൽ പടർന്നു കയറിയ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ്റും കൂടി, ഭിത്തിയിലെ പെയിൻറ്റും കൂടി ഇളക്കിക്കൊണ്ടാണ് നമ്മുടെ വിരുദൻ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടാലറിയാം, ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചപ്പോൾ തന്നെ ആ ഒരു നഖം പോലുള്ള ഭാഗം എൻ്റെ കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊട്ട് കേട്ടോ. പൂവിൻ്റെ മുട്ടെന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഒറ്റ സ്റ്റെമ്മിൽ നിന്നാണ് ഇത്രയും പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഇതിൻ്റെ ആ പടർന്ന് കിടക്കുന്ന ഭാഗം നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ടല്ലോ താഴേക്ക്. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് മൊത്തത്തിലൊന്ന് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ പോവാം. കാരണം എനിക്ക് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് പെട്ടെന്നൊന്ന് ചാടി ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ക്യാറ്റ്സ് ക്ലോയുടെ ആ ഒരു നഖം പോലത്തുള്ള സാധനം ഉണ്ടല്ലോ, അത് കണ്ണിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ ഇങ്ങനെ ഒരഞ്ഞിട്ട് നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ പാട് വീഴുന്നു. ഇനി അഥവാ കണ്ണിലെങ്ങാനും അബദ്ധത്തിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ അതൊരു പണിയാവുമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചൊന്ന് വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചു. തന്നെയല്ല, എൻ്റെ കിച്ചൺ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ പുറത്താരെങ്കിലും വന്നാൽ പെട്ടെന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ചെടി ഇങ്ങനെ നല്ല തിക്കിൽ ഇങ്ങനെ വളർന്ന് കിടക്കുന്ന കാണണം. പെട്ടെന്ന് എനിക്ക് ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും വന്നാലോ വിളിച്ചാലോ ഒക്കെ എനിക്ക് കാണാനോ അറിയാനോ സാധിക്കുന്നില്ല. ഈ ഒരു ലാഡർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര ഉപകാരമാണ്. ഒരു ഫാൻ തുടയ്ക്കാനോ അതല്ലെങ്കിൽ ഇതേപോലെയുള്ള പണിയൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാഡറാണിത്. അപ്പോൾ ഞാൻ എൻ്റെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മീൻ മുറിക്കുന്ന കത്രികയാണ് എടുത്തിട്ടുള്ളത്. മീൻ മുറിക്കുന്ന കത്രിക കൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളുണ്ട്. ആദ്യം ഞാൻ വെട്ടി മാറ്റുന്നത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലേക്ക് മുകളിലോട്ട് പോയിട്ട് ഭിത്തിയിലേക്ക് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്തെ ഇവിടെ നിന്നുള്ള കണക്ഷൻ അങ്ങ് വിട്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഷെയ്ഡിലെല്ലാം ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഭിത്തിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. സാധാരണ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്നാലും പെട്ടെന്ന് ഇത് കിളിർക്കുന്ന കാരണം പെട്ടെന്ന് ഇത് പടർന്ന് എല്ലായിടും ആവും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്നേ ഉള്ളൂ. അതായത് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. അതല്ല വെറുതെ അങ്ങ് മരത്തേലോ വല്ലതും പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പടർന്നു പൊക്കോട്ടെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിചരണമൊന്നും നമ്മൾ ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. കിച്ചൻ്റെ ജനലിൻ്റെ പകുതി ഭാഗത്ത് ആ ഒരു ലെങ്ത് കണക്കാക്കിയാണ് ഞാൻ വെട്ടി മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇത് ഒത്തിരി അങ്ങ് വെട്ടിപ്പോയി അതല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയെന്ന് തോന്നിയാലും അത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് പെട്ടെന്ന് വളരുന്ന കാരണം വളരെ പെട്ടെന്ന് ഇത് കിളുത്ത് താഴേക്ക് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ആ ഒരു വിഷമം നമുക്ക് ഒഴിവായി കിട്ടും. കാരണം
പെട്ടെന്ന് ഇത് പെട്ടെന്ന് അങ്ങ് കിളുത്ത് കയറിക്കോളും. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പുതിയ മുളകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ പൂക്കളും ഒക്കെ വരും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് പെട്ടെന്ന് കിളുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കുറേ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എനിക്കിനിയിപ്പോൾ കൃത്യമായിട്ട് എനിക്ക് കിച്ചണിൽ നിന്നാലും പഴയതുപോലെ തന്നെ പുറത്ത് ആര് വന്നാലും എനിക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കിച്ചൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള എല്ലാം ഞാൻ ഒരു പരിധി വരെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മുട്ട് വന്ന ഭാഗം അതെനിക്ക് വിഷമമാണ് കളയാനായിട്ട്. എങ്കിലും സാരമില്ല, ഇനി ഇതായിട്ട് കിളുത്ത് വരുന്ന ഭാഗത്ത് പുതിയ പൂക്കൾ വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരുപാട് സൈസിലെ ബട്ടർഫ്ലൈസ് ഒക്കെ വരാറുണ്ട് ഇവിടെ. അതേപോലെ കടന്നൽക്കൂടും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ കടന്നൽക്കൂടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി റിസ്ക് ആണല്ലോ അല്ലേ. അപ്പോൾ അത് കാരണമൊക്കെ കൊണ്ടൊക്കെയാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നത്, കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഏറെക്കുറെ കട്ട് ചെയ്ത് മാറ്റി ഏകദേശം ഒരു വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാറ് കിടക്കുന്ന ഭാഗത്തെ വെട്ടി മാറ്റാൻ പോവാം. ഒരു തവണ ഇതേപോലെ കാറ് പുറകിലോട്ട് എടുത്തപ്പോഴത്തേക്കും ഈ ഒരു വള്ളിയിൽ കുടുങ്ങിയിട്ട് നമ്മുടെ കാറിൻ്റെ ആൻറ്റിന ഒന്ന് ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാറൊക്കെ ഇറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി അങ്ങ് വെട്ടി മാറ്റിയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ വെട്ടി മാറ്റി ഇങ്ങനെ തകൃതിയിൽ ഇങ്ങനെ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡ് കണ്ടോ, എൻ്റെ ജനലയിലെല്ലാം ഇങ്ങനെ പടർന്ന് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം ജനൽ തുറക്കാൻ മേലായിരുന്നു. എന്തായാലും അവിടെയും കൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. തന്നെയല്ല, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സർവീസ് കേബിളിനകത്തൂടെ ഇങ്ങനെ പടർന്ന് മീറ്ററിലോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു റിസ്ക് ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇത് ഫുള്ളും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോകുക. ലെങ്ത് കുറയ്ക്കുമല്ല, ഇത് ഫുള്ളും ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോകുക. ഇനി അത് ആ സർവീസ് കേബിളിൽ പടർന്ന് പിടിച്ചിട്ട് അതിനി വേറെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് വെട്ടി മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണോ എന്നറിയത്തില്ല, ഒരു ആട്ടാമ്പുഴുവെന്നും ആട്ടുംപുഴുവെന്നും ഒക്കെ നമ്മൾ പറയും, അതിങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ താമസിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും അവർക്കൊക്കെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ടാണ് ബാക്കിയൊക്കെ ഞാൻ വെട്ടി മാറ്റുന്നുള്ളൂ. ബാക്കി കാരണം നമ്മുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതിപ്പം ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈനിനകത്തോട്ട് പടർന്ന് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള സ്റ്റെമ്മായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു കമ്പി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലല്ല ശരിക്കും പറഞ്ഞാൽ പടർന്ന് പോയിട്ടുള്ളത്. ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ ആ സർവീസ് കേബിളിലേക്കാണ് പടർന്ന് പോയത്. അപ്പോൾ ഈ സൈഡിലെ ഫുള്ളും ഞാൻ വെട്ടി അങ്ങ് മാറ്റി കേട്ടോ, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. കാരണം കറണ്ടിനകത്ത് പടർന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു റിസ്ക് അല്ലേ എന്ന് ഓർത്തിട്ട് ഈ സൈഡിലെ ഫുള്ളും ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒരുവിധം പണി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഭിത്തിയിലേക്ക് മേലോട്ട് കയറിയ ഭാഗത്തെ എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ നിലത്ത് ഷെയ്ഡിലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. പക്ഷെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ അത് ഈ ഭിത്തിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതും കൂടി അങ്ങ് വെട്ടി മാറ്റിയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാത്തൂട്ടിയെ കൊണ്ടാണ് അത് വലിച്ച് താഴെ ഇടിയിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭിത്തിയിൽ ഇതേപോലെ നല്ല ശക്തിക്കാണ് ഇവൻ പിടിച്ച് കയറിയത്. അതിൻ്റെ ഒരു പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ. അതായത് ആ കോർണറിലുള്ളത് കേട്ടോ, അത് നിങ്ങൾക്ക് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. കോർണറിലുള്ള ഈ ഒരു ഭാഗത്തേക്കാണ് കയറിപ്പോയത്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്തെയും കൂടി ഞാനങ്ങ് അടർത്തി കളയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ചെടി വെട്ടി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. തീരെ അങ്ങോട്ട് ലെങ്ത് കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയം, ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, പെട്ടെന്ന് കിളുത്ത് വരുമല്ലോ എന്നുള്ളൊരു വിശ്വാസം എന്തായാലും ഉണ്ട്. നമ്മളെന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും ലെങ്ത് കുറച്ചില്ലെങ്കിലും ചെറുതായിട്ട് കുറയ്ക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് കിളുത്ത് വരാറുമുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു വിഷമം ഇല്ല. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.